അപ്പോൾ നമ്മൾ സ്നാക്സിൻ്റെ പണിയിലാണ് കേട്ടോ. ഇന്ന് മക്രോണി പോള അല്ലെങ്കിൽ മക്രോണി അപ്പം എന്നൊക്കെ പറയും കേട്ടോ. മക്രോണിയും മുട്ടയും ചിക്കനും എല്ലാം ഉണ്ട്. ഇത് ഒരു മിക്സഡ് പോളയാണ് കേട്ടോ. അപ്പോൾ അതവിടെ റെഡി ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്നാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അപ്പോഴാട്ടോ ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്തില്ലല്ലോ എന്ന് ഓർത്തത്. എല്ലാവരെയും വെൽക്കം ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ വെൽക്കം ടു ഷെരീഫാസ് ലൈഫ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ മക്രോണിയൊപ്പം ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊരു സ്നാക്സാണ്. ഇനിയും ഒന്ന് രണ്ട് സ്നാക്സും കൂടെ ചെയ്യുന്നുണ്ട്. ഒന്ന് രണ്ടല്ല, ഒരു സ്നാക്സും കൂടെ ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. അതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ തന്നെ അപ്പോൾ ചെയ്ത് വെച്ചേക്കണേ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വാ, നമ്മളൊരു വെറൈറ്റി സ്നാക്സും കൂടി ആക്കുന്നുണ്ട്. ഇതൊരു ആയിട്ടുള്ള സ്നാക്സ് ആണ്. ഇപ്പം ഈ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചക്കയാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടോ? ചക്കയാണ് കേട്ടോ. നമ്മൾ കുഞ്ഞായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി ഇതിൻ്റെ ബാക്കിയൊക്കെ കാണിച്ചു തരാം. ആദ്യം ചോപ്പ് ചെയ്തിട്ട് എടുക്കട്ടെ കേട്ടോ. നമ്മുടെ മക്രോണിപ്പോള ഒരു ഭാഗം റെഡി ആയിട്ട് നമ്മളൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡും കൂടെ ആയി കിട്ടി നമുക്ക് മക്രോണി പോള റെഡി ആയിട്ടോ. നമ്മുടെ വെറൈറ്റി സ്നാക്സ് ഉണ്ട്, അത് നോക്കാം. സ്നാക്സ് ഒക്കെ ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട്. ജ്യൂസ് റെഡി ആക്കാമെന്ന് വിചാരിച്ചു. മുന്തിരി നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് മുന്തിരി ജ്യൂസാണ്. അപ്പോൾ അതൊന്ന് ജ്യൂസ് ആക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ വെറൈറ്റി സ്നാക്സ് ചക്ക ചോപ്പ് ചെയ്ത് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ എടുക്കാൻ വരുമ്പോൾ തന്നെ എൻ്റെ ഉമ്മ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ നമ്മളെ വെറൈറ്റി സ്നാക്സിൻ്റെ റെസിപ്പി കറക്റ്റ് ചെയ്ത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേന് എൻ്റെ ഉമ്മ എല്ലാം ഉണ്ടാക്കി വെച്ചു. എന്തായാലും ഞാനത് പറഞ്ഞു തരാം നിങ്ങൾക്ക്. ചക്കയിൽ നമ്മൾ കാഷ്യൂനട്ടും തേങ്ങയും ചിറകിയതുണ്ടല്ലോ, അതും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട്, ഓൾറെഡി ചക്ക മധുരം ഉള്ളതാണ്. അപ്പോൾ ഇത്തിരി ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ ഒന്ന് നെയ്യിലൊന്ന് വഴറ്റാന്നല്ല, എന്താ പറയുമ്പോ ഒന്ന് അതെ, ഒന്ന് ജസ്റ്റ് അതിലൊന്ന് എന്തെന്നാ വേർഡ് പറയാ, ഒന്ന് ജസ്റ്റ് ആ നെയ്യിലൊന്ന് ഇട്ടിട്ട് ഇളക്കി ഇങ്ങെടുത്താ അങ്ങനെ മതി കേട്ടോ. അതിൽ ഒന്ന് ഇളക്കിയെടുത്ത് അത് നമ്മളൊരു ചിലവർ പണ്ടം പറയും, ചിലവർ കൂട്ട്, അങ്ങനെയൊക്കെ പറയും. ഇതാണ് നമ്മുടെ ആ വെറൈറ്റി സ്നാക്സ് എന്ന് പറഞ്ഞത്. എന്താ പണ്ടെന്നോ അല്ലെങ്കിൽ കൂട്ടെന്നോ പറയാം കേട്ടോ. ഇത് അങ്ങനെയാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ സമൂസയുടെ ഷീറ്റിൽ റെഡിയാക്കി എടുക്കുകയാണ്. ഈ ഫില്ലിങ്സ് സമൂസയുടെ ഷീറ്റിലാക്കിയിട്ട് കാണാൻ സമൂസ തന്നെ, പക്ഷെ കഴിച്ച് നോക്കുമ്പോൾ ഇത് മധുരമായിരിക്കും. അങ്ങനെ ഒരു വെറൈറ്റി സ്നാക്സ് അത്രയാണ് കേട്ടോ. ചെയ്തെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. പാൻ കുളിക്കാൻ 10 മിനിറ്റ് ഉള്ളൂ. അപ്പം നമുക്ക് എല്ലാം ടേബിളിൽ കൂടെ നിൽക്കാം. പിന്നെ നമ്മുടെ മക്രോണി പോള അല്ലെങ്കിൽ മക്രോണി അപ്പം എടുത്ത് വെക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പം അത് സെറ്റായിട്ടുണ്ട്. അപ്പം അടുത്തത് ചക്ക പൊരിച്ചതാണ് കേട്ടോ. ചക്ക സീസണൽ ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ നന്നായിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് തന്നെ നമ്മൾ 1-2 ഐറ്റം ഉണ്ടാക്കിയത്. അപ്പോൾ ചക്ക പൊരിച്ചത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ചക്ക വെച്ചിട്ടുള്ള നമ്മളെ വെറൈറ്റി സ്നാക്സും കൂടെ കൊടുന്നേക്കാം. പിന്നെ ജ്യൂസ് കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുന്നേക്കട്ടെ. വെറൈറ്റി സ്നാക്സ് പറഞ്ഞില്ലേ, അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ ഒരു വെറൈറ്റി ഇല്ല, സമൂസ അല്ലേ എന്ന് തോന്നാം, പക്ഷെ ഇതിൻ്റെ ഫില്ലിംഗ് ആണ് വെറൈറ്റി ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ എന്തായാലും റെസിപ്പി ഷെയർ ചെയ്യാം കേട്ടോ. ബാങ്ക് വിളിച്ചപ്പോൾ ഈത്തപ്പഴം വെള്ളമൊക്കെ കുടിച്ച് നോമ്പൊക്കെ തുറന്നു കേട്ടോ. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ചക്ക വെച്ചിട്ടുള്ള സ്നാക്സ് ഉണ്ടല്ലോ, അത് കഴിക്കാനായിരുന്നു കേട്ടോ തിരക്കുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണത്ത് കഴിച്ചു. അതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ചക്ക ഇഷ്ടപ്പെടുന്നവർക്കും മധുരം ഇഷ്ടമുള്ളവർക്കും എന്തായാലും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഈ ഒരു സ്നാക്സിന്. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഞാൻ 1-2 കഴിച്ചു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് പൊതുവേ മധുരം ഇഷ്ടമാണ്, ചക്കയും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്പെഷ്യൽ സമൂസ 1-2 എടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ എനിക്ക് വയറ് ഫുള്ളായിരുന്നു. എന്നാലും ബാക്കിയുള്ള സാധനങ്ങളും ഞാൻ വെറുതെ വിട്ടില്ല, കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.